ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റിലെ ലെസണാണ്, 3ാമത്തെ ലെസണാണ്. ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതൊരു ട്രാവലിംഗ് വ്ലോഗാണ്, വ്ലോഗല്ല, ഒരു ട്രാവലിംഗ് നോട്ട്. ഓക്കെ, ബ്രീഫ് നോട്ടാണ്. കണ്ട കാഴ്ചകളൊക്കെ കുറിച്ചുള്ള ഒരു നോട്ട്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ട്രാവലിംഗ് ഓൾവേസ് എക്സൈറ്റസ് അസ്. നമ്മളെ എപ്പോഴും ട്രാവലിംഗ്, യാത്ര അത്ഭുതപ്പെടുത്താറുണ്ട് അല്ലേ? ഹിയർ ഈസ് എ ബ്രീഫ് ട്രാവൽ നോട്ട് അബൌട്ട് എ കൺട്രി ജസ്റ്റ് അക്രോസ് ദ സീ. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ ട്രാവൽ നോട്ടാണ്. ബ്രീഫ് എന്ന് വെച്ചാൽ ചെറിയ ട്രാവൽ നോട്ടാണ് തന്നിരിക്കുന്നത്. എബൌട്ട് എ കൺട്രി, ഒരു രാജ്യത്തെക്കുറിച്ച്. ഏത് രാജ്യം? ജസ്റ്റ് അക്രോസ് ദ സീ, കടലിനപ്പുറമുള്ള ഒരു രാജ്യത്തെക്കുറിച്ച്. കടലിനപ്പുറമുള്ള രാജ്യം ഏതാ മക്കളെ? ഒരുപാട് രാജ്യങ്ങളുണ്ട്, എന്നാലും മക്കൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സുപരിചിതമായിട്ടുള്ള ഒരു രാജ്യം ഏതാണ്? അറബ് രാജ്യമാണല്ലേ, UAE, ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. അപ്പോൾ UAEയിലേക്ക്, എമിറേറ്റ്സ് എന്ന് വെച്ചാൽ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, UAEയുടെ ഫുൾ ഫോം ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ ഗ്ലിംസസ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്നുള്ളൊരു നോട്ടം അല്ലെങ്കിൽ ഒരു ഒറ്റ നോട്ടം എന്നാണ് ഗ്ലിംസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എമിറേറ്റ്സിലേക്കുള്ള ഒറ്റ നോട്ടം. ഒരാൾ പോകുന്ന സമയത്ത് എമിറേറ്റ്സിലെത്തി, എന്താണ്, UAEയിലെത്തിയിട്ട് അവിടെ കാണുന്ന കാഴ്ചകളെ കുറിച്ചാണ് കേട്ടോ ഇതിൽ പറയുന്നത്. What would await an accidental tourist in UAE? I wondered as I came out of the airport into the open air. UAEയിൽ ആക്സിഡൻ്റലായിട്ട്, അതായത് ആകസ്മികമായിട്ട് പെട്ടെന്ന് എത്തിപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, പ്രതീക്ഷിക്കാതെ എത്തിപ്പെടുന്ന ഒരു ടൂറിസ്റ്റിന്, ഒരു വിനോദസഞ്ചാരിയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ചിന്തിച്ചു. അതായത് നമ്മളുടെ ഓഥർ ആദ്യമായിട്ട് UAEയിൽ എത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ കഴിയും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ പറയുന്നത്. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. യെസ്, ഞാനൊരു ആക്സിഡൻ്റലായിട്ട് വന്നു വിട്ട ഒരു ടൂറിസ്റ്റാണ്, പ്രതീക്ഷിക്കാതെ വന്ന ഒരു ടൂറിസ്റ്റാണ്. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. എനിക്ക് ഒമാനിൽ എൻ്റെ നീസിനോടൊപ്പം താമസിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days ഓൺ മൈ വേ ബാക്ക് ഹോം, ബട്ട് 2 days were enough to give me an eyeful and plenty of food for thought. അവർ എവിടെയാണ്? ഒമാനിലായിരുന്നു അല്ലേ? അങ്ങനെ ഒമാനിലേക്ക് ഞാൻ പോയിരുന്നു. തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ 2 ദിവസം കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ബട്ട് 2 days were enough to give me an eyeful and plenty of food for thought. പക്ഷേ ഞാൻ ചിന്തിച്ചതിലും അധികം കാഴ്ചകളും തോട്ട്സും ചിന്തകളും എനിക്ക് ഒക്കെ ഈ 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി. അപ്പോൾ ശരിക്കും UAEയിലേക്ക് വരാൻ പ്ലാൻ ചെയ്ത ആളല്ല, പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഒമാനിലേക്ക് വരേണ്ടി വന്നു നീസിനെ കാണാൻ. അങ്ങനെ ഒരു 2 ദിവസത്തെ ഗ്യാപ്പിൽ മാത്രമാണ് UAEയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ആ 2 ദിവസം തന്നെ മതിയായിരുന്നു തനിക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ എന്നാണ് ഓഥർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. The dense clouds hovering above the wings of the aircraft had already given me an eyeful, and the desert, which seemed to stretch endlessly, was a spectacle too. വിമാനത്തിൻ്റെ ചിറകുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന നല്ല ഇടതൂർന്ന കട്ടി കൂടിയ, അല്ലെങ്കിൽ തീരെ ഗ്യാപ്പൊന്നുമില്ലാതെ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന ഈ മേഘങ്ങൾ എനിക്ക് എന്നെ ഐഫുള്ളാക്കി, എൻ്റെ കണ്ണ് നിറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വിമാനത്തിൽ പോകുന്ന സമയത്ത് ഉള്ള ഒരു കാഴ്ചയെക്കുറിച്ചാണ് അത് പറഞ്ഞത്. നമ്മൾ എയ്റോപ്ലെയിനിലാവുമ്പോൾ നമുക്ക് എല്ലാം കാണാം അല്ലേ, ക്ലൗഡ്സ് ഒക്കെ കാണാം. അപ്പം അതിനെയാണ് ഇവിടെ ഒന്ന് വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻലെസ് ആയിട്ട്, അനന്തമായിട്ട്, അറ്റമില്ലാതെ നീണ്ടു കിടക്കുന്ന മരുഭൂമിയും ഒരു നല്ല കാഴ്ചയായിരുന്നു. The long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. റാസ് അൽ ഖൈമയിൽ നിന്ന്, UAEയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ റാസ് അൽ ഖൈമ. അവിടെ നിന്ന് അബുദാബിയിലേക്ക് തൻ്റെ ഫ്രണ്ട് അശോകിൻ്റെ കൂടെ കാറിലായിരുന്നു പോയത്. ആ യാത്രയും എനിക്ക് മറക്കാൻ പറ്റാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. ഞങ്ങൾക്ക് ബീച്ചിൽ നിർത്തി ഇറങ്ങുന്നതിൽ ഒരു മടുപ്പും തോന്നിയില്ല. The sea had the same serene appearance everywhere. One feels a kind of heavenly bliss at these quiet beaches.
ബീച്ചിൽ പോയ സമയത്ത് എല്ലായിടത്തും കടൽ ഒരുപോലെ ശാന്തമായിട്ട്, സെറേൻ എന്ന് വെച്ചാൽ സെറനിറ്റി എന്ന് വെച്ചാൽ ശാന്തത, ഒരുപോലെ ശാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. ഈ ശാന്തതയുള്ള ബീച്ചുകളിൽ ഒരുതരം എന്താ പറയുക, ഹെവൻലി ബ്ലിസ്, അതായത് ഒരു സ്വർഗീയ ആനന്ദം നൽകുന്ന, അവിടെ എത്തുമ്പോൾ മനസ്സിന് നല്ല സ്വർഗീയ ആനന്ദം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് തനിക്കുണ്ടായി. അതും ഓതർ പറയുന്നു. അറ്റ് സ്വിഹാൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അങ്ങനെ അബുദാബിയിലെ സ്വിഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അതെന്തായിരുന്നു? നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു, എൻട്രൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 GW ഓഫ് പവർ. അതെന്താണ് ശരിക്കും അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ് ഏത്? അബുദാബിയിലുള്ള നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് കേട്ടോ. അവിടെ ഏകദേശം 1.2 GW വൈദ്യുതി പവർ എന്താണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. തീർച്ചയായിട്ടും ടൂറിസ്റ്റുകളെ അകത്തേക്ക് കടത്തിവിടില്ല, അവരവിടെ അലൗഡ് അല്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈ സെൽഫ് വിത്ത് ദ മാഗ്നിഫിഷ്യൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. എനിക്ക് അങ്ങനെ നെറ്റിൽ കണ്ട ആ പവർ പ്ലാന്റിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അത് തന്നെ കണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. ദ പ്ലാന്റ് ഹാസ് ആൻ അമേസിങ് 3.2 മില്യൺ സോളാർ പാനൽസ്. അവിടെ ഏകദേശം 3.2 മില്യൺ സോളാർ പാനൽസാണ് ഉള്ളത്, സ്ഥാപിച്ചിട്ടുള്ളത്. ഐ വിഷ് ടൂറിസ്റ്റ് വർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്. അപ്പം അതിന് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എങ്കിലും ടൂറിസ്റ്റുകൾക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. I was able to view the imposing Burj Khalifa, the tallest building in the world. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ അല്ലേ? അത് കാണാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അതൊരു ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് കയറുന്നത് നിങ്ങളെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ് ശരിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. തീർച്ചയായിട്ടും എനിക്കതിന് സാധിച്ചില്ല. A boat ride at Bardubai late in the evening was a fascinating experience. അതുപോലെ അവിടെയുള്ള മറ്റൊരു സ്ഥലമാണ് ബർദുബായ്. അവിടെ വൈകുന്നേര സമയങ്ങളിൽ ഒരു ബോട്ട് യാത്രയുണ്ട്. അത് വളരെയധികം കൗതുകകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. The dazzling lights and their reflections on the creek give you a feeling of being out of the world. ഇപ്പോൾ അവിടെ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ ആ വെള്ളത്തിൽ കാണുന്ന മിനുങ്ങുന്ന ലൈറ്റുകളും അതിനു ചുറ്റും കാണുന്ന കാഴ്ചകളും അവയുടെ റിഫ്ലക്ഷൻസും പ്രതിഫലനങ്ങളും ഒക്കെ നിങ്ങളൊരു ലോകത്തിന് പുറത്താണ് എന്നുള്ള ഒരു തോന്നൽ നൽകും. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽ നഹ്ദ ടു സ്റ്റേഡിയം. അവിടെ നിന്ന് അൽനഹദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോ യാത്രയ്ക്ക് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് യോജിച്ചതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ, ഇത് യോജിച്ചിരുന്നതായിട്ടുള്ളൂ. വാച്ചിങ് എ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്. ട്രെയിനിൽ നിന്ന് പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നത് എപ്പോഴും രസകരമാണ്. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എല്ലാ ലാൻഡ്സ്കേപ്പുകളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് കാണാനായിട്ട് സാധിച്ചത്. But nothing matched the Louvre Abu Dhabi Museum, a marvel by any standards. പക്ഷേ ഈ കാഴ്ചകളൊന്നും ഒന്നുമല്ല. ഇതിൻ്റെ അപ്പുറത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എവിടെയായിരുന്നു? ലൂവ്രെ അബുദാബിയിലുള്ള ഒരു മ്യൂസിയമാണ്, അവിടെയുള്ള കാഴ്ചയാണ്. അതിനോട് ഒത്തുപോവാൻ വേറൊരു കാഴ്ചകളും ഇല്ല എന്നാണ് പറയുന്നത്. It houses some of the world's most fascinating archaeological remains, paintings, sculptures and other artifacts. അവിടെ എന്തൊക്കെയുള്ളത് മക്കളെ? ലോകത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ പുരാവസ്തു അവശിഷ്ടങ്ങളും അതുപോലെ പെയിൻറ്റിങ്സും പിന്നെ ഒരുപാട് ശില്പങ്ങളും അതുപോലെ മറ്റ് കലാസൃഷ്ടികളും ഒക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവ്രെ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. ഇത് ഫ്രാൻസിലുണ്ട് ഓൾറെഡി പ്രശസ്തമായിട്ടുള്ള ഒരു ലൂവ്രെ മ്യൂസിയം. അതിൻ്റെ പേര് ഇവർ ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിൽ, ഒരു കരാർ വ്യവസ്ഥയ്ക്കാണ് ഇവിടെ അബുദാബിയിലുള്ള മ്യൂസിയത്തിനും ഈ പേര് നൽകിയിരിക്കുന്നത്.
ഇറ്റ് ഹാസ് ഓൾസോ റെൻറ്റഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലോവ്രെ ഫോർ ഡിസ്പ്ലേ. അതുമാത്രമല്ല ഏകദേശം 300-ലധികം കലാസൃഷ്ടികൾ അവിടെയുള്ള ഫ്രാൻസിലുള്ള മ്യൂസിയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റെൻറ്റിന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. I thought it terribly unlucky of me to have spent only half a day in the museum. മ്യൂസിയത്തിൽ ഒരു പകുതി ദിവസം മാത്രമേ എനിക്ക് ചിലവഴിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അത് വളരെ അൺലക്കി ആയിട്ട്, ദൗർഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൗർഭാഗ്യമായിട്ട് ഞാൻ കരുതി. അതായത് ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ ഒരു പകുതി ദിവസം കൊണ്ട് മാത്രം അത് തീരുന്നതല്ല. ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. ഒരാഴ്ചയെങ്കിലും ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളെങ്കിലും നിങ്ങൾക്ക് അവിടെ ചിലവഴിച്ചാൽ മാത്രമേ അതിലുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ശരിക്കും കണ്ടു തീരാനായിട്ട് സാധിക്കൂ എന്നാണ് ഓതർ പറയുന്നത്. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ് ഐ വിഷ്ഡ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. അങ്ങനെ കാലിക്കറ്റിലേക്കുള്ള വിമാനത്തിൽ കയറുന്ന സമയത്ത്, ബോർഡിങ്ങിൽ കയറുന്ന സമയത്ത് ഇതുപോലുള്ളൊരു വിസിറ്റിങ്ങിന് കൂടുതൽ സമയം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അറ്റ്ലീസ്റ്റ് 2 വീക്സ്, ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും വേണം. അനദർ ടൈം, മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു സമയത്താവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞ് ആശ്വസിക്കുകയാണ്. ഇനി മറ്റൊരു ദിവസം ആവട്ടെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ്. ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ. എനിക്ക് ഇനിയും ഒരു അവസരം ലഭിച്ചേക്കാം. യു നെവർ നോ. അവസരം എപ്പോൾ ലഭിക്കുമെന്നറിയില്ല, പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും ഇനിയും ഒരവസരം കൂടെ ലഭിക്കും. അപ്പോൾ കാഴ്ചകളൊക്കെ ഒരുപാട് നന്നായിട്ട് കാണാമെന്നാണ് ഓതർ പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് പേജിലെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കൂ. പേജ് നമ്പർ 27. ക്വസ്റ്റ്യൻ 1, വൈ ഡസ് ദി ഓതർ സേ ദാറ്റ് ഹി ഹാഡ് സ്ക്വീസ്ഡ് ഇൻ 2 days? 2 ദിവസം കൊണ്ട് പിഴിഞ്ഞെടുത്തു. സ്ക്വീസ്ഡ് എന്ന് വെച്ചാൽ പിഴിഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത് വെരി ഷോർട്ട് ടൈമിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടി വന്നു എന്നാണ്. 2 ദിവസം കൊണ്ട് UAE മുഴുവൻ ചുറ്റിക്കാണുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിനെയാണ് ഇവിടെ സ്ക്വീസ്ഡ് ഇൻ 2 days എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ദ ഓതർ യൂസസ് ദ ഫ്രേസ് സ്ക്വീസ്ഡ് ഇൻ 2 days ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി ആഡഡ് എ വെരി ബ്രീഫ് 2 day സ്റ്റോപ്പ് ഓവർ ഇൻ ദ UAE ഇൻ ടു ഹിസ് എക്സൈറ്റിംഗ് ട്രാവൽ ഷെഡ്യൂൾ വൈൽ ഓൺ ഹിസ് വേ ബാക്ക് ഹോം ഫ്രം ഒമാൻ. ഒമാനിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിലുള്ള ഒരു 2 ദിവസം. ആ 2 ദിവസം അദ്ദേഹം കണ്ടു തീർത്ത കാഴ്ചകളെയാണ്, അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാഴ്ചകൾ ഒപ്പിച്ചെടുത്ത് കണ്ടെടുത്തു. അതിനെയാണ് സ്ക്യൂസ്ഡ് ഇൻ 2 days എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Second question, why does the author say one feels a kind of heavenly bliss at these quiet beaches? ഈ ശാന്തമായിട്ടുള്ള ബീച്ചിൽ വന്നിരുന്നാൽ എല്ലാവർക്കും എന്താണ്? ഹെവൻലി ബ്ലിസ്, സ്വർഗീയമായിട്ടുള്ള ആനന്ദം കിട്ടും എന്ന് പറഞ്ഞാൽ കാരണം, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? The author describes the beaches as having a serene appearance and being very quiet. The heavenly bliss refers to the intense feeling of peace and happiness and experienced while visiting these calm coastal spots. ഇപ്പം എന്താണ് തീരപ്രദേശത്ത് വന്നിരിക്കുന്ന സമയത്ത്, ശാന്തമായിട്ടുള്ള തീരപ്രദേശത്ത് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പീസും ഹാപ്പിനെസ്സും സമാധാനം സന്തോഷമൊക്കെയാണ് ഈ ഹെവൻലി ബ്ലിസ് എന്നതുകൊണ്ട് ഓതർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ ഓതർ ഹാവ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ദ ഫോട്ടോഗ്രാഫ്സ് ഓൺ ദ നെറ്റ്? നെറ്റിൽ തനിക്ക് ലഭിക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, അതായത് സോളാർ പാനലിൻ്റെ ആണ് കേട്ടോ. അതുകൊണ്ട് ഓതർക്ക് സമാധാനിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ദ ഓതർ ഹാഡ് എ റിലൈ ഓൺ ഓൺലൈൻ ഫോട്ടോഗ്രാഫ്സ് ബിക്കോസ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. കാരണം നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിനകത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് വിസിറ്റിംഗ് അലൗഡ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഓതർ മെയിൻ ബൈ എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്? ലോകത്തിനപ്പുറമുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ അതിനപ്പുറം എത്തിയ ഒരു ഫീലിംഗ് എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദിസ് ഫ്രേസ് ഡിസ്ക്രൈബ്സ് എൻ എക്സ്ട്രോർഡിനറി ഓർ മാജിക്കൽ എക്സ്പീരിയൻസ്. സ്പെസിഫിക്കലി ദ ഓതർ ഈസ് റെഫറിംഗ് ടു ദ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് സീയിങ് ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദയർ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് ഡ്യൂറിങ് എ ബോട്ട് റൈഡ് അറ്റ് ബർദുബായ്. അപ്പോൾ ബർദുബായിലുള്ള ബോട്ട് റൈഡിൽ കാണുന്ന ആ വെള്ളത്തിൽ കാണുന്ന ചുറ്റുമുള്ള ബിൽഡിങ്ങുകളുടെ റിഫ്ലക്ഷനും അതിൽ തെളിഞ്ഞു കാണുന്ന ആ വെളിച്ചവും അതിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഓതർ തിങ്ക് ഹി വാസ് അൺലക്കി ഇൻ ഹിസ് വിസിറ്റ് ടു ദ ലോവ്രെ മ്യൂസിയം? ലോവ്രെ മ്യൂസിയത്തിൽ എത്തിയപ്പോൾ താനൊരു അൺലക്കിയാണ്, അല്ലെങ്കിൽ ആ മ്യൂസിയം വിസിറ്റ് ചെയ്തപ്പോൾ അൺലക്കിയാണ്, തനിക്ക് ഭാഗ്യമില്ല എന്ന് ഓതറിന് തോന്നാൻ കാരണം എന്താണ്? The author felt unlucky because he was only able to spend half a day at the museum. He found it so fascinating that he would have loved to stay for at least a week to see all the archaeological remains and artwork.
അപ്പോൾ അദ്ദേഹത്തിനൊരു ഹാഫ് ഡേ മാത്രം, ഒരു പകുതി ദിവസം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അവിടെയുള്ള മുഴുവൻ കാഴ്ചകളും ആർക്കിയോളജിക്കൽ റിമെയിൻസും അതുപോലെ ആർട്ട് വർക്കും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചയെങ്കിലും നിൽക്കണം എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് താൻ അൺലക്കിയാണ് എന്ന് പറയാനായിട്ട് കാരണം. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, പിക്ക് ഔട്ട് സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് ഉള്ള ചില പിക്ചേഴ്സ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. ആ പിക്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ എന്താണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കൂ, അത് ബുർജ് ഖലീഫയുടെ ചിത്രമാണ്. സോ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് എന്താണ് ഇതിൽ തന്നിരിക്കുന്നത്? ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് അല്ലേ. ഇനി സെക്കൻഡ്, ബർദുബായിൽ നടത്തുന്ന ബോട്ട് സവാരിയെ കുറിച്ചാണ്. എ ബോട്ട് റൈഡ് അറ്റ് ബർദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. അതുപോലെ തേർഡ് പിക്ചർ തന്നിരിക്കുന്നത് അബുദാബിയിലുള്ള നൂർ അബുദാബിയിലെ സോളാർ പവർ പ്ലാന്റ് ആണ്. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 ഗിഗാവാട്ട് ഓഫ് പവർ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 2 ആണ്. സെറ ഈസ് ഗൈഡിങ് ഹെർ ഫ്രണ്ട് മിഴി ഹു ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ദ ലൊക്കാലിറ്റി ഓൺ ഹൗ ടു റീച്ച് ഹെർ സ്കൂൾ. അപ്പോൾ സെറയും മിഴിയും ആണ് ഇതിലെ ക്യാരക്ടേഴ്സ്. അപ്പം മിഴിക്ക് ഇവിടെ വരുന്ന താനെത്തിയ സ്ഥലത്തെക്കുറിച്ച് എന്താണ് അറിയില്ല, ശരിക്കും ഫെമിലിയർ അല്ല. അപ്പോൾ അവൾ സ്കൂളിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഗൈഡൻസ് കൊടുക്കുന്നത് ആരാണ്? സെറയാണ്. അപ്പോൾ സെറ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് പോവേണ്ടതെന്ന് കേട്ടോ. സോ അവരുടെ കോൺവെർസേഷനാണ് തന്നിരിക്കുന്നത്. റീഡ് ദ കോൺവെർസേഷൻ. മിഴി: ഹേ സെറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു മൈ സ്കൂൾ ടൗൺ മോഡൽ സ്കൂൾ എന്ന സ്കൂളിലേക്ക്, എൻ്റെ സ്കൂളാണ്, അങ്ങോട്ട് എത്താനുള്ള വഴി എങ്ങനെയെന്ന് നിനക്കറിയോ സെറ എന്ന് ചോദിക്കുകയാണ്. സെറ: യു ഹാവ് നെവർ ഗോൺ ടു ദ സ്കൂൾ ഫ്രം ഹിയർ ഹാവ് യു? നീ ഇവിടെ നിന്ന് ആ സ്കൂളിലേക്ക് പോയിട്ടില്ല അല്ലേ? മിഴി: നെവർ. ഹൗ ഷുഡ് ഐ ഗെറ്റ് ദെയർ ഓൺ ഫുട്ട് ഓർ ടേക്കിംഗ് എ ബസ്? ഇല്ല, ഞാൻ പോയിട്ടില്ല, ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുക? നടന്നിട്ടാണോ അതോ ബസ് പിടിച്ചിട്ടാണോ? സെറ: വൈ ഡോണ്ട് യു വാക്ക്, ഇറ്റ്സ് ഫൺ. എന്തുകൊണ്ട് നിനക്ക് നടന്നൂടാ? അത് വളരെ രസകരമായിരിക്കും. മിഴി: കൂൾ. സോ ഹൗ ഡു വി ഗെറ്റ് ദെയർ? ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ നടന്നിട്ട് എങ്ങനെയാണ് അവിടെ എത്തുകയെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കണം. സെറ: ഓൾ റൈറ്റ്, ലിസൺ, ദിസ് ലൈൻ ജോയിൻസ് ബീച്ച് റോഡ്. നോക്ക്, കേൾക്ക്, എന്താണ് ഈ വഴി നേരെ പോയാൽ ബീച്ച് റോഡിൽ എത്തും. വാക്ക് അലോങ് ബീച്ച് റോഡ് ടിൽ യു കം ടു ദ ബിഗ് ഗ്രീൻ സൈൻ ഫോർ തൂവൽ തീരം റോഡ്. അങ്ങനെ ബീച്ച് റോഡിലൂടെ തന്നെ പോവാം. അവിടെ നിന്ന് തൂവൽ തീരം റോഡ് എന്നുള്ള ബോർഡ് കാണുന്നത് വരെ, സൈൻ ബോർഡ് കാണുന്നത് വരെ അതിലൂടെ തന്നെ പോവാം. എവറിത്തിങ് ക്ലിയർ സോഫർ. ഇതുവരെ ഉള്ളത് കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ? മിഴി: ഗോട്ട് ഇറ്റ്. ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ്. ശരി, കറക്റ്റാണ്, എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് ബീച്ച് റോഡ്. അവിടെ നിന്ന് ഗ്രീൻ സൈന്, പിന്നെ ഗ്രീൻ സൈനിൽ നിന്ന് നേരെ പോവുക, എന്താ ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ് എന്നെഴുതിയ ഗ്രീൻ സൈന് വരെ പോവുക. സെറ: എക്സാക്ട്ലി. ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 മീറ്റേഴ്സ്. യെസ്, അങ്ങനെ തന്നെ. ഇനി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു 200 മീറ്റർ പോവുക. ദെൻ ടേൺ ലെഫ്റ്റ് അഗെയിൻ ഓൺ ടു അംഗൻവാടി റോഡ്. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അംഗൻവാടി റോഡിലേക്ക് പോവുക. മിഴി: റൈറ്റ്. വാട്ട്സ് നെക്സ്റ്റ്? ഓക്കെ, ഇനി എന്താണ്? സെറ: വോക്ക് പാസ്റ്റ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്, ഇറ്റ്സ് എ നൈസ് സ്ട്രോൾ. അങ്ങനെ എന്താണ്? പോസ്റ്റ് ഓഫീസും പാർക്കും കടന്നു പോകണം. മിഴി: ദാറ്റ് ഈസ് വണ്ടർഫുൾ. വാട്ട് കംസ് ആഫ്റ്റർ ദാറ്റ്? അതിനുശേഷം എന്താണ് വരുന്നത്? സെറ: ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. അവിടെ നിന്ന് എന്താണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് കടക്കണം. ആഫ്റ്റർ അബൌട്ട് 150 മീറ്റേഴ്സ് യു വിൽ സീ യുവർ സ്കൂൾ ഓൺ ദ ലെഫ്റ്റ്. അവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ പോകുമ്പോൾ നിനക്ക് ലെഫ്റ്റ് സൈഡിൽ നിൻ്റെ സ്കൂൾ കാണാനായിട്ട് സാധിക്കും. യു വോണ്ട് മിസ് ഇറ്റ്. ദർ ഈസ് എൻ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. നീ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്താണ്? ആ റോഡിലൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. മിഴി: താങ്ക്സ് ഓഫ്ലി. ഐ വിൽ ഹാവ് ടു ഗോ. ഐ വിൽ ഹാവ് എ ഗോ. ബൈ. ഓക്കെ, ഞാൻ പോയി വരാം, ബൈ. അപ്പം ഇങ്ങനെയാണ് കോൺവെർസേഷൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, വേ ടു മൈ സ്കൂൾ. ഇനി എൻ്റെ സ്കൂളിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് അതിനായിട്ടുള്ള ഒരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറൈസേഷനും തന്നിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ട്. സോ ലെറ്റ് us read the following ഇൻസ്ട്രക്ഷൻസ് വായിക്കൂ. ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ ഗോ സ്ട്രെയിറ്റ് അലോങ് ബീച്ച് റോഡ് ഫോർ 50 മീറ്റേഴ്സ്. എന്താണ് ടൗൺ മോഡൽ സ്കൂളിലെത്താൻ ആദ്യം സ്ട്രെയിറ്റ് നടന്നിട്ട് ബീച്ച് റോഡിലേക്ക് 50 മീറ്റർ നടക്കുക. യു ക്യാൻ സ്പോട്ട് എ ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് ഇൻഡിക്കേറ്റ്
ഇൻഡിക്കേറ്റിംഗ് തൂവൽ തീരം റോഡ്. അവിടെ നിന്ന് തൂവൽ തീരം റോഡ് എന്നുള്ള വലിയൊരു സൈൻ ബോർഡ് കാണാം, ഗ്രീൻ സൈൻ ബോർഡ് കാണാം. ദെൻ ഗോ 200 meters അലോങ് തൂവൽ തീരം റോഡ് ആൻഡ് ടേക്ക് എ ലെഫ്റ്റ് ടേൺ ടു അംഗൻവാടി റോഡ്. അവിടെ നിന്ന് ഒരു 200 മീറ്റർ നേരെ നടന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് അംഗൻവാടി റോഡിലേക്ക് തിരിയുക. കണ്ടിന്യൂ വാക്കിംഗ് പാസ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്. അവിടെ നിന്ന് നേരെ നടക്കുക, അവിടെ നിന്ന് പോസ്റ്റ് ഓഫീസും പാർക്കും കഴിഞ്ഞ് പോകണം. ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. അവിടെ പാർക്ക് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ലെഫ്റ്റ്, ആദ്യത്തെ ലെഫ്റ്റിലേക്ക്, അത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ്, അങ്ങോട്ട് തിരിയുക. വോക്ക് സ്ട്രേറ്റ് അഹെഡ് ഫോർ 150 meters. അവിടെ നിന്ന് ഒരു 150 മീറ്റർ നേരെ പോവുക. യു വിൽ ഫൈൻഡ് ദ സ്കൂൾ ഓൺ യുവർ ലെഫ്റ്റ്. അവിടെ ലെഫ്റ്റിൽ നിനക്ക് നിൻ്റെ സ്കൂൾ കാണാനായിട്ട് സാധിക്കും. യു വോണ്ട് മിസ് ഇറ്റ് ഇഫ് യു നോട്ടീസ് ദ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. റോഡിന് പുറത്തായിട്ട് അപ്പുറത്തായിട്ട് എന്താണ്, സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, അത് മിസ്സാവരുത്. ഓക്കെ, അപ്പോൾ സെറ പറഞ്ഞു കൊടുത്ത ആ കാര്യം തന്നെയാണ് നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളതും അതുപോലെ പിക്ചറൈസേഷനായിട്ട് തന്നിട്ടുള്ളതും. ഇനി ഇതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് താഴെയുള്ളത്. ക്വസ്റ്റ്യൻ എ, ടേക്ക് യുവർ പെൻസിൽ, ക്രയോൺസ് ആൻഡ് പേപ്പർ. ലെറ്റ് us draw a map connecting your home to your school. Show landmarks on the way like a park, a supermarket, a bank, an Akshaya Kendra, and a post office. Let us name the roads too. Use all the bright crayons you have to make the map colorful. അപ്പോൾ നിങ്ങളുടെ പെൻസിലും ക്രയോൺസും പേപ്പറൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഒരു മാപ്പ് ഇതുപോലെ വരയ്ക്കുക. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഇതിൽ തന്നിരിക്കുന്നത് പോലെ റോഡും കാര്യങ്ങളൊക്കെ, പിന്നെ അവിടെ കാണുന്ന ലാൻഡ് മാർക്സ് ഏതൊക്കെയാണ്, അതായത് എന്തെങ്കിലും പാർക്ക് ഉണ്ടെങ്കിൽ അത്, പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ അത്, അക്ഷയ സെൻറ്റർ ഉണ്ടെങ്കിൽ അത്, എന്തെങ്കിലും വലിയ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ബാങ്ക് ഉണ്ടെങ്കിൽ ബാങ്ക്, പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത്, സ്കൂളുകൾ വേറെ സ്കൂളുകൾ ഉണ്ടെങ്കിൽ അതും ചേർക്കാം, പിന്നെ എന്താണ് പഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്തൊക്കെയാണോ ഉള്ളത് അത് ചേർക്കുക. അത് നിങ്ങൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ചേർക്കുക. പിന്നെ അതിൻ്റെ പേരൊക്കെ, നിങ്ങളുടെ റോഡിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഓരോ ഡിപ്പെൻസ് ആണ്, അതായത് ഓരോരുത്തരുടേത് മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ മക്കൾ അതിനനുസരിച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. യു മേ കൺസിഡർ സം ഓഫ് ദീസ് ഡയറക്ഷൻസ്. നിങ്ങൾ എന്താണ്, ഇപ്പോൾ നമുക്ക് മുകളിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് പഠിച്ചില്ലേ, അതുപോലെ നിങ്ങളിതുപോലെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അതുപോലെ ഒരു പാരഗ്രാഫ് എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഡയറക്ഷൻസ് സൂചിപ്പിക്കാം. നോക്കൂ, ഗോ അലോങ് ദ സ്ട്രീറ്റ് അൺടിൽ യു റീച്ച് ദ ട്രാഫിക് ലൈറ്റ്സ്. യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്. ഇറ്റ്സ് അബൌട്ട് 2 kilometers ഫ്രം ഹിയർ. ഗോ അലോങ് ദിസ് റോഡ്. ഗോ സ്ട്രേറ്റ് ഓൺ ഓർ ahead. Miss the first 2 turns. At the roundabout, take the first exit. Turn left at the crossroads. Take the second right. It's on your left. Turn right. You will see it in front of you. It's on the other side of the road. Keep walking beyond the park. Once you reach the junction, turn right. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളുടെ മാപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, യുവർ ഫ്രണ്ട് നെഷ്വ മറിയം ഫ്രം UAE decided to visit your home in Kerala. Here is the boarding pass of Neshwa Mariam, who arrived at the Cochin International Airport from Dubai International Airport. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് നെഷ്വ മറിയം UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ബോർഡിംഗ് പാസ്, അവിടെ നിന്ന് എന്താണ് UAE എയർപോർട്ടിൽ നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്കുള്ള ബോർഡിംഗ് പാസ്സാണ് തന്നിരിക്കുന്നത്. You can see the passenger's name, boarding, airport, destination, flight number, seat number, and departure gate number. A passenger cannot enter a flight without the boarding pass. ഇവിടെ നിങ്ങൾക്ക് പാസഞ്ചർ നെയിം, യാത്രക്കാരൻ്റെ പേര് തന്നിട്ടുണ്ട്, നെഷ്വ മറിയം. ഫ്രം എവിടെ നിന്നാണ്, ദുബായ് ടു കേരള, എങ്ങോട്ടേക്കാണ് അത് തന്നിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് നമ്പർ, അതുപോലെ സീറ്റ് നമ്പർ ഏതാണ്, ഏത് ഡേറ്റ് ആണ്, അതുപോലെ ഗേറ്റ് നമ്പർ എന്താണ്, അത് ഡിപ്പാച്ചർ ഗേറ്റ് ആണ് കേട്ടോ, പുറത്തേക്ക് കടക്കേണ്ട ഗേറ്റ് നമ്പർ ആണ്. പിന്നെ ബോർഡിംഗ് ടൈം, എപ്പോഴാണ് എത്തുക, അതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ ബോർഡിംഗ് പാസിൽ ഉണ്ടായിരിക്കും. അതിൽ ഈ ഡോട്ട് ഇട്ട പോർഷൻ കണ്ടോ, ആ പോർഷൻ എയർപോർട്ടിലുള്ള അതോറിറ്റീസ് അവിടെയുള്ള ആളുകൾ എന്താ പറയുക, കട്ട് ചെയ്തിട്ട് അതിലൊരു പാർട്ട് നിങ്ങൾക്ക് തരും, ഒരു പാർട്ട് അവർ എടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ബോർഡിംഗ് പാസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല. After landing, Neshwa Mariam was given a form to be filled up. Help her complete it. You can use the boarding pass to fill in some of these entries. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് നെഷ്വ മറിയത്തിന് ഒരു ഫോം കൊടുത്തു, ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമാണ്. ആ ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ബോർഡിംഗ് പാസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നെഷ്വയെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമാണ്. All passengers coming to India are required to fill up this pro forma and submit it at the travelers counter at the exit.
ഫോം ഫില്ല് ചെയ്തിട്ട് എക്സിറ്റിലുള്ള ട്രാവലേഴ്സ് കൗണ്ടറിൽ ഫോം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്. നോക്കൂ, ആദ്യം ഓരോന്നായിട്ട് നോക്കാം. നെയിം ഓഫ് ദ പാസഞ്ചർ എന്താണ്, പേരെന്താണ്? നഷ്വ മറിയം. ബോർഡിംഗ് പാസിൽ ഉള്ളതുപോലെ തന്നെ എഴുതണം, നഷ്വ മറിയം. ഫ്ലൈറ്റ് നമ്പർ AB123, സീറ്റ് നമ്പർ 123A, ഡേറ്റ് ഓഫ് അറൈവൽ 24 ഓഗസ്റ്റ് 2023, പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി ദുബായ്, പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ കൊച്ചി. പിന്നെ ഉള്ളത് കോണ്ടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്. അത് ഇപ്പോൾ എഴുതിയത് മാത്രമാണ് നമുക്ക് ബോർഡിംഗ് പാസിലുള്ളത്. ബാക്കി നിങ്ങൾ എഴുതണം. ഹൗസ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതാം. 123/60A എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ട്രീറ്റ് ഞാൻ വേങ്ങര കൊടുത്തു. വില്ലേജ് ഊരകം, തെഹ്സിൽ തിരൂരങ്ങാടി, ഡിസ്ട്രിക്ട് ഓർ സിറ്റി മലപ്പുറം, സ്റ്റേറ്റ് കേരള, പിൻ 676519. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാനൊരു എക്സാമ്പിളാണ് കൊടുക്കുന്നത്. പിന്നെ റെസിഡൻസ് നമ്പർ, വീട്ടിലുള്ള ഫോൺ നമ്പർ, അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കാം. ദെൻ ഇമെയിൽ ID neshwamariam123@gmail.com. ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 ഡേയ്സ്. അവസാന 28 ദിവസം വിസിറ്റ് ചെയ്ത കൺട്രീസ്. UAE കൊടുത്തു. UAE എന്തായാലും ഉണ്ടായിരിക്കും, കാരണം UAE ടു കേരളയാണല്ലോ. സോ UAE കൊടുത്തു. ആർ യു സഫറിങ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്. താഴെ കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീവർ, പനി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ഇല്ല. കഫ്, ചുമ, പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ശ്വാസം എടുക്കുന്നതിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എസ് എഴുതാം, ടിക്കിടാം, അല്ലെങ്കിൽ നോ എന്നുള്ള കോളത്തിൽ ടിക്കിട്ട് കൊടുക്കുക. ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ നമുക്ക് 2 സെൻറ്റൻസ് വന്നിട്ടുണ്ട്. അതിൽ 2 വേർഡ്സ് ഇറ്റാലിക്സിൽ കുറച്ച് ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് ശ്രദ്ധിക്കുക. സോ നമുക്ക് നോക്കാം ഏതാ വേർഡ്സ് എന്ന്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവ്രിവെയർ. വൺ എക്സ്പീരിയൻസസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. ഇവിടെ സെറീൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശാന്തമായിട്ടുള്ള എന്നാണ്, ശാന്തതയോട് കൂടിയിട്ടുള്ള അപ്പിയറൻസ്. ഓക്കെ. I was able to view the imposing ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. അപ്പോൾ വേൾഡിലെ ഏറ്റവും നീളമുള്ള ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ. ഇമ്പോസിംഗ് എന്ന് വെച്ചാൽ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇമ്പോസിംഗ് എന്നുള്ള വേർഡാണ് ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത്. സം വേർഡ്സ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ്. ദേ ഡിസ്ക്രൈബ് ഹൗ പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ് ലുക്ക് ലൈക്ക്, ടേസ്റ്റ്, സ്മെൽ ഓർ ഫീൽ. അപ്പോൾ ചില വേർഡ്സ് എന്താണ്, ആളുകളെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ എന്തെങ്കിലും വസ്തുവിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ കുറച്ചുകൂടെ വിവരിച്ച് പറയാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്നാണ് വിളിക്കുക. അത് ഈ ഡിസ്ക്രൈബിംഗ് വേർഡ് യൂസ് ചെയ്യുന്നതോടുകൂടി എന്താ മെച്ചമുള്ളത്? നമ്മൾ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥലം, പറയുന്ന സാധനം എന്താണോ അത് കാണാൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ സ്മെൽ ചെയ്യാൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ അത് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിക്കൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു റോസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ റോസ് എന്ന് മാത്രം പറയും. അതൊരു റോസാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റെഡ് റോസ്. അത് മനോഹരമായിട്ടുള്ളൊരു ചുവന്ന റോസാണ്. അപ്പോൾ ഇറ്റ്സ് എ റോസ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലും പല റോസാപ്പൂക്കളായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റെഡ് റോസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു റെഡ് റോസ് തന്നെയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. റോസിന് യെല്ലോ കളറോ ഓറഞ്ച് കളറോ ഒന്നും ഉണ്ടാവില്ല. ആ റെഡ് റോസ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ റെഡ് മാത്രമായിരിക്കും എല്ലാവരുടെ മനസ്സിലും വന്നിട്ടുണ്ടായിരിക്കുക. സോ അതാണ് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് കൊണ്ടുള്ള എന്താ പറയുക ബെനഫിറ്റ് അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. താഴെ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിച്ച് എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സ് നോക്കൂ. ബ്യൂട്ടിഫുൾ, പ്രിറ്റി, ക്വയറ്റ്, ബിസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംപ്റ്റി, കളർഫുൾ, ലൈവ്ലി, ബ്രീത്ത് ടേക്കിംഗ്, പീസ്ഫുൾ, ബസ്ലിംഗ്, വൈബ്രൻറ്റ്. ഈ വേർഡ്സൊക്കെ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു മോഡൽ തരുന്നുണ്ട്, നോക്കൂ. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ വിത്ത് മൈ ഫാമിലി. ദ പ്ലേസ് വാസ് സറൗണ്ടഡ് ബൈ ഗ്രീൻ ഹിൽസ്, കളർഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ബ്രീത്ത് ടേക്കിംഗ് വ്യൂസ്. ഞാൻ അടുത്തായിട്ടൊരു ഹിൽ സ്റ്റേഷൻ, ഒരു കുന്നൻ പ്രദേശം വിസിറ്റ് ചെയ്തു എൻ്റെ ഫാമിലിയോട് കൂടെ. പ്ലേസ് മുഴുവൻ ചുറ്റും പച്ച നിറത്തിലുള്ള കുന്നുകളും മനോഹരങ്ങളായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പൂക്കളും മനോഹരമായിട്ടുള്ള വ്യൂസും ഒക്കെ ആയിരുന്നു. ദ വെദർ വാസ് കൂൾ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ വാസ് പീസ്ഫുൾ ആൻഡ് ക്വയറ്റ്. വെദർ എന്തായിരുന്നു? കാലാവസ്ഥ വളരെ തണുത്തതും അറ്റ്മോസ്ഫിയർ നല്ല സമാധാനപരവും ക്വയറ്റും ശാന്തതയോട് കൂടിയിട്ടുള്ളതുമായിരുന്നു. Although the local market was busy and bustling with tourists, it felt safe and lively.
We enjoyed walking through the scenic paths and taking photographs of the amazing landscape. മനോഹരമായിട്ടുള്ള പാതകളിലൂടെ നടക്കാനും അവിടെയുള്ള നല്ല ലാൻഡ്സ്കേപ്പിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കാനും സാധിച്ചു. ദ ഫ്രഷ് എയർ ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി മെയ്ഡ് ദ ട്രിപ്പ് അൺഫോർഗറ്റബിൾ. നല്ല ശുദ്ധമായിട്ടുള്ള വായുവും അതുപോലെ പ്രകൃതിയുടെ മനോഹാരിതയും കൊണ്ട് ഈ ട്രിപ്പ് വളരെയധികം അൺഫോർഗറ്റബിൾ ആയിരുന്നു, മറക്കാൻ പറ്റാത്തതായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഐ ഹാവ് എവർ വിസിറ്റഡ് ആൻഡ് ഐ വുഡ് ലവ് ടു വിസിറ്റ് ഇറ്റ് അഗെയിൻ. ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. അതുപോലെ ഇനിയും വിസിറ്റ് ചെയ്യാൻ ഞാൻ കൊതിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടെയാണ്. മക്കൾക്ക് ഇതുപോലെ ഒരു എക്സാമ്പിളായിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്ലേസിനെ കുറിച്ച് ഇതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് മോഡ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്